ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ആക്സസ് BS4 വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് ഈ വണ്ടി. ഇപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ കാർബറ്റ് കംപ്ലൈൻ്റ് ആണ്. സിലിണ്ടറും പിസ്റ്റണും അതേമാതിരിക്ക് ഒക്കെ വീക്കാണ്. കിക്കറടിച്ചാൽ ആവില്ല, സെൽഫ് അടിച്ചാലാവും. അങ്ങനൊരു പ്രശ്നമാണ്. എന്നാൽ ഓട്ടത്തിൽ വലിയ കുഴപ്പമില്ല. വണ്ടിക്ക് ഓടുകയാണ്, അങ്ങനെ ഓടി നടക്കും. രണ്ടാമതൊന്ന് ഓഫാക്കിയാണ്ട് രണ്ടാമത് ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ടാകാൻ. അപ്പോൾ കാർബറ്ററിന് ചെറിയ പ്രശ്നമുണ്ട്, ഹെഡ് ലീക്ക്, അത് പിന്നെ വാൽവ് സീറ്റിങ്ങിൽ പ്രശ്നം, അതൊക്കെ ഉണ്ട് മനസ്സിലായി. അപ്പോൾ ഒരു BS6 വണ്ടീൻ്റെ കുറച്ച് പിന്നെ പിസ്റ്റനും ഹെഡും സിലിണ്ടറും കിട്ടി. അപ്പോൾ അത് ഇതുമൊക്കെ സൂട്ടാക്കാൻ പറ്റും, അങ്ങനെ സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ അത് ഹെഡിനൊക്കെ വ്യത്യാസം ഉണ്ടായതുകൊണ്ടേ ബാക്കി സാധനങ്ങളും കൂടി പാർട്ടി കൊണ്ടു തന്നപ്പോൾ ഫുള്ളായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷനൊക്കെ മാറ്റി വണ്ടി. അപ്പോൾ അത് എന്തെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് അതിന് ചെയ്തതെന്നുള്ളത്. ഇതിലിപ്പോൾ ചേഞ്ച് വരുത്തിയത് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്കിൻ്റെ ഭാഗമൊക്കെ മാറ്റി. ടാങ്ക് BS6 ആക്സസിൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്ത്. ഇതിന് ചെറിയ സാധാരണ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് ഉള്ളിലാണ് വരിക. അപ്പം ഈ BS4ൻ്റെ ഇത് പുറത്തേക്കാക്കി വെൽഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ബോൾട്ടിൻ്റെ ആവശ്യത്തും കൂടി ഉണ്ട്. പക്ഷേ ഒരൊറ്റ ബോൾട്ടും പിന്നെ ഈ സൈഡത്തെ ഈ ബോൾട്ട് അത്ര ഫിറ്റിങ്സ് ഉള്ളൂ. അത് സിമ്പിളാണ്. ടാങ്ക് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഇതിന് BS6 പിന്നെ ആക്സിൻ്റെ ടാങ്ക് BS4 കൊടുക്കാൻ വളരെ സിമ്പിളാണ്. വലിയ ഇടങ്ങാറൊന്നുമില്ല. ഈ ഫുഡ് റെസ്റ്റിൻ്റെ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കണം. ഫുഡ് റെസ്റ്റും വ്യത്യാസമുണ്ട്. പിന്നെ ഒക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ എൻജിന് ഇതിൻ്റെ എൻജിൻ തന്നെയാണ്, BS4ൻ്റെ എൻജിൻ തന്നെയാണ്. ഹെഡും സിലിണ്ടറും മാറ്റി. പിന്നെ മീറ്റർ BS6ൻ്റെ മീറ്റർ തന്നെ വെച്ചു. ബാക്കി ബോഡിയൊക്കെ പഴയ തന്നെ. ചേസിനും മാറ്റം വന്നിട്ടില്ല. ചേസൊക്കെ BS4 തന്നെ. ഏതായാലും ഇതിന്മേ ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ കയറ്റാൻ വളരെ സിമ്പിളാണ്. ഇത് കുഴപ്പമില്ല. വണ്ടി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുഴപ്പമില്ല. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാക്കി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ടേതില്ലത്. കറക്റ്റായിട്ട് റീഡിങ് ആണ്.